നമുക്ക് നോക്കുക എന്നുള്ളതിന് അറബിയിൽ പറയുക ഷുഫ് എന്നാണ്. ഷുഫ്ഹിന, ഇവിടെ നോക്ക്. ഷുഫ്ഹിന, ഇവിടെ നോക്ക്. അപ്പോൾ എന്നെ ഒന്ന് നോക്കുന്നത് ഷുഫ്നി, എന്നെ ഒന്ന് നോക്ക്. ഷുഫ്നി. എനിക്കൊന്ന് കാണിക്കുക എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? എന്നെ കാണിക്ക്. വരീനി, 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 എന്നെ കാണിക്കൂ. അതല്ലെങ്കിൽ നമ്മൾ സാധനം എനിക്ക് കാണിച്ചു തരാം എന്നുള്ളതിന് അനവരീഖ്, അനവരീഖ്, എനിക്ക് ഞാൻ കാണിച്ചു തരാം. അത് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. ദേഷ്യപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് അനവരീഖ് എന്ന് പറയാം. അതല്ല, നമ്മൾ സാധാരണ സംസാരത്തിൽ അനവരീഖ് ഹാദ, എനിക്കത് ഞാൻ കാണിച്ചു തരാം. വരീഖ്. വരീനി, വരീനി ഹാദ കൈഫ്, എങ്ങനെയുള്ളതാണ്? വരീനി ഹാദ, എന്നെ ഒന്ന് കാണിച്ചു കൊണ്ടാ. അങ്ങനെ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. വരീഖ്, നിനക്ക് കാണിക്കാം. നിനക്ക് വരീ, വരീ എന്ന് പറഞ്ഞാൽ അവന് കാണിക്ക്. വരീ അതാ, അതവനൊന്ന് കാണിക്ക്. രീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അത് തെറ്റിദ്ധരിക്കണ്ട. വരീ എന്ന് പറഞ്ഞാൽ വരീഖ് എന്ന് പറഞ്ഞാൽ നിനക്ക് കാണിക്കാം. വരീ, അവന് കാണിക്കുക. വരീനി, എനിക്കൊന്ന് കാണിക്കൂ. അപ്പോൾ ഷുഫ് എന്ന് പറഞ്ഞാൽ നോക്കുക. അപ്പോൾ ഷുഫ്നി എന്ന് പറഞ്ഞാൽ എന്നെ നോക്ക്. വരീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് കാണിക്ക്. വരീഖ് എന്ന് പറഞ്ഞാൽ നിനക്ക് കാണിച്ചു തരാം എന്നുള്ളത്. അത് രണ്ടർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ വരീഖ് വെച്ചിട്ട് നമുക്ക് പല അവസരങ്ങളും വരും. വരീനി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് സംസാരത്തിൽ. അപ്പോൾ എന്തെങ്കിലും മാർക്കറ്റിൽ പോയത് കാണിക്കാൻ വേണ്ടിയിട്ട് വരീനി എന്ന് പറയാം. ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.